ഹായ്, ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഓക്കെ, തീർച്ചയായും കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്റർ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. നമ്മൾ 3 എപ്പിസോഡായിട്ട് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ ആ ക്ലാസ്സുകൾ തീർച്ചയായും കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കാണുക. തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിനേഷൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ സാധിക്കും. 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ആരംഭിക്കാം. എഴുതിക്കോളൂ. അതായത് നിങ്ങൾ എഴുതിയ ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെറ്റ് എ 1,2 be a fixed point and P be a variable point in the same plane. P moves in the plane in such a way that its distance from A is always a fixed constant. Suppose P is the point 3,5. Find equation of the path traced by P. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാനുള്ള ആശയമെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസിന്റെ പ്രാധാന്യം. ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ച ആശയങ്ങളാണ്, പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഇത് അറിയണമെങ്കിൽ 1-2 ഡെഫിനിഷൻ അറിയണം, ഫോർമുലാസ് അറിയണം, എങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഓക്കെ, പുതുമയാർന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോളൂ. ലെറ്റ് എ 1,2 ബി എ ഫിക്സഡ് പോയിന്റ്. ഞാൻ ഒരു ഫിക്സഡ് പോയിന്റ് എടുത്തു. അതെന്താണ്? 1,2. ആ പോയിന്റ് എന്താണ്? എ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് എന്താണ് ഒരു പി എന്നൊരു പോയിന്റ് എടുക്കുന്നു, വിച്ച് ഈസ് എന്താണ്? വേരിയബിൾ പോയിന്റ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു, അതെന്താണ്? പി എന്ന് എടുക്കുന്നു. അതെന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. എങ്ങനെ വേരി ചെയ്യുന്നു? ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് സെയിം ആകത്തക്ക രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആ പി എന്ത് ചെയ്യുന്നു? ഒന്ന് ട്രേസ് ചെയ്യുന്നു. ട്രേസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആ ഈക്വൽ ഡിസ്റ്റൻസിൽ വരുമ്പോൾ എന്ത് കിട്ടും? സർക്കിൾ കിട്ടും. So the path traced by P is a എന്താണ്? സർക്കിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഡെഫിനിഷൻ ആണ്. സർക്കിളിന്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ ഈ ആശയത്തിലേക്ക് എത്താൻ പറ്റൂ. ഒരു ഫിക്സഡ് പോയിന്റ് നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിൽ ട്രേസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് സർക്കിൾ ഫോം ചെയ്യുന്നത്. അതാണ് സർക്കിൾ തരുന്നത്, അതറിയണം. സോ എ ഈസ് ദ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ് എന്ത്? സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്നതാണ് വേരി ചെയ്യുന്ന പോയിന്റ് ആണ്. അത് ട്രേസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടിയത്? സർക്കിൾ കിട്ടിയത്. നെക്സ്റ്റ് എന്താണ്? സപ്പോസ് P is the point 3,5. ഈ P എന്ന് പറയുന്ന പോയിന്റ് എന്തെന്നിരിക്കട്ടെ? 3,5 എന്നിരിക്കട്ടെ. Then we have to find the path traced by P. അല്ലെ, P ട്രേസ് ചെയ്യുന്ന പാത്ത് അതെന്താണെന്ന് അറിയാം, നമുക്ക് സർക്കിൾ ആണെന്ന് അറിയാം. That means we have to find equation of this circle with the center 1,2. സെന്റർ അറിയാം. ഇനി എന്തറിയണം? റേഡിയസ് അറിയണം. റേഡിയസ് തന്നിട്ടില്ല, നിങ്ങൾക്കറിയാം. ഈ പോയിന്റും അല്ലെ, ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സർക്കിളിലെ ഒരു പോയിന്റ് നമ്മളെ ഡിസ്റ്റൻസ്, ഇതാണ് എന്ത് തരുന്നത്? റേഡിയസ് തരുന്നത്. സോ which is the radius. അതായത് ഡിസ്റ്റൻസ് ഫ്രം A to P, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് A and P is the radius. ഇതിന് സമാനമായ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? റേഡിയസ്. അതിനെന്ത് കാണണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and P. നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് മുതലേ പഠിക്കുന്നു. അത് യൂസ് ചെയ്ത് ഞാൻ ഒറ്റ സ്റ്റെപ്പ് എഴുതാം. R equal to root of 2 പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസിൽ കാണുന്ന ഫോർമുല x2 minus x1 the whole square plus y2 minus y1 the whole square is equal to root of AP അല്ലേ? x2 minus x1, x കോർഡിനേറ്റ് കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക. 3 minus 1 എന്ത് കിട്ടും? 2. 2 ന്റെ സ്ക്വയർ 4. ഒറ്റ സ്റ്റെപ്പ് എഴുതാമെന്നേ ഉള്ളൂ. പ്ലസ് y2 minus y1, y കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക. 5 minus 2 3, അതിന്റെ സ്ക്വയർ 3 സ്ക്വയർ 9 ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് 30. നമുക്കറിയാം സെന്റർ ഈക്വൽ ടു എന്താണ്? എ എന്ന പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1,2. ഇതിനെ നമ്മൾ h, k എന്നാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. സോ സെന്റർ h, k, റേഡിയസ് r, then equation of the circle is എന്താണ്? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ആ പാത്ത് ട്രേസ് ചെയ്യുന്നത് സർക്കിൾ ആണ്, അതിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സെന്റർ h, k, റേഡിയസ് r ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. x minus h the whole square plus y minus k the whole square equal to r square. Just substitute ചെയ്താൽ ആൻസർ ആയി. സോ x minus h എന്ന് പറഞ്ഞാൽ എന്താണ്? 1 the whole square plus
y minus k, k എന്ന് പറഞ്ഞാൽ 2, the whole square equal to r square root 13 the square, that is 13, which is the equation of the circle. ശരിയല്ലേ? എല്ലാം നമ്മൾ പഠിച്ച ആശയമാണ്, പക്ഷേ ക്വസ്റ്റ്യൻ മാത്രം വേറെ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. Okay. 2020 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, 2 marks question. Consider the ellipse. Find equation of the ellipse. Second one, find foci of this ellipse. അല്ലേ? ഇതും ടെക്സ്റ്റിലില്ല. ടെക്സ്റ്റിൽ എന്താണ്? എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ട് ഫോക്കയും അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് ഉള്ളത്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗറിൽ നിന്ന് ഇതിലേക്ക് എത്തണം. ഇതും പുതുമയാർന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ആ ഫിഗറിൽ നിന്ന് എലിപ്സിന്റെ ഇക്വേഷൻ എഴുതണം. ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് 2 ടൈപ്പ് എലിപ്സ് ഉണ്ട്. മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസും മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസും. ഇവിടെ രണ്ടാമത്തെ ടൈപ്പാണ്. മേജർ ആക്സിസ് എവിടെ വരുന്നു? എലോങ് വൈ ആക്സിസ്. ഓക്കെ, വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ മേജർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? നമുക്കറിയാം, ഫോർ എനി എലിപ്സ് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് കാണുന്ന ഫോർമുല എന്താണ്? 2a. ഫോർ എനി എലിപ്സ് length of major axis 2a. What is the length of major axis? ഇതാണ് നീളം കൂടിയ സൈഡ് മേജർ ആക്സിസ്. അതിന്റെ ലെങ്ത് എന്താണ്? ഇത് മുതൽ ഇതുവരെ 3, ഇങ്ങോട്ട് എന്തിനാണ് 3, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ +3, 3 + 3 എന്താണ്? 6. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ്? 6. സോ a ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടി? 3. ഇനി മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ലെങ്ത് എത്രയാണ്? 2b. ഫോർ എനി എലിപ്സ് മൈനർ ആക്സിസിന്റെ ലെങ്ത് കാണുന്ന ഫോർമുല 2b. അതെന്താണ്? ഇത് മുതൽ ഇതുവരെ 2, ഇങ്ങോട്ടും 2, 2 + 2 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് b ഈക്വൽ ടു എന്താണ്? 2. സോ ഒന്നാമത്തെ പാർട്ടായി ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഈസ്, നിങ്ങൾക്കറിയാം, ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഈസ് ഇതേതാണ്? സെക്കൻഡ് ടൈപ്പ്, മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസ്. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? x² + b² + y² ഈക്വൽ ടു 1. മറന്നു പോകരുത്. ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ x² + y² + b² ഈക്വൽ ടു 1. വിശദമായി വീഡിയോസ് കാണുക. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി x² + b² 2² 4 y² + s², a എന്താണ്? 3, 9 ഈക്വൽ ടു എന്താണ്? 1. x² താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ, ഇതിനേക്കാളും ചെറുതാണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ്, ഷോർട്ട് കട്ട് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. സോ നമുക്ക് എന്ത് കിട്ടി? എലിപ്സിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? ഫോക്കൈ. ഫോക്കൈ കാണണമെങ്കിൽ എന്താണ് ഫോർമുല? +or-c,0. അതാണ് ഫോക്കൈ കാണുന്ന ഫോർമുല. +or- എന്താണ്? c,0. ഇതെന്താണ്? ആദ്യത്തെ ടൈപ്പിനാണ്. രണ്ടാമത്തെ ടൈപ്പിന് ഫോക്കൈ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മേജർ ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്, അതായത് y ആക്സിസിൽ. അപ്പോൾ ഫോക്കൈ കാണുന്ന ഫോർമുല ഇത് ആദ്യത്തെ ടൈപ്പിനാണ്. രണ്ടാമത്തെ ടൈപ്പിന് എന്താണ്? 0, +or-c. ഫോക്കൈ കാണുന്ന ഫോർമുല എന്താണ്? 0, +or-c. ഇവിടെ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ളത്, അതിലേക്കൊന്നും പോകുന്നില്ല. സോ ഫോക്കൈ ഈക്വൽ ടു എന്താണ് ഫോർമുല? 0, +or-c. അപ്പൊ എന്താണ് c എന്ന് അറിയണ്ടേ? c ഒന്ന് കണ്ടുപിടിക്കുക. c² ഈക്വൽ ടു ഫോർമുല s² - b² ഈക്വൽ ടു s² - b², അല്ലേ? a² 9 - 4, 9 - 4 എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. സോ c ഈക്വൽ ടു √5 എന്ന് കിട്ടും. സോ ജസ്റ്റ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0, ±√5 എന്ന് കിട്ടും. 0, ±√5, which is the foci of the ellipse. Next, 2019 improvement examination 3 marks ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. If s and s' are the foci of the ellipse, x² / 25 + y² / 16 equal to 1, and P is any point on the ellipse, find PS + PS'. Second one, find coordinates of s and s'. Third part, find length of latus rectum. നമുക്കൊരു എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ എലിപ്സിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് തന്നിട്ടുണ്ട്. സോ എലിപ്സ് വരച്ചു. എലിപ്സിന്റെ ഫോക്കസ് ആണ് എസും s'. എസ് ആൻഡ് s' ആണ് ദ ഫോക്കൈ. ആ ഫോക്കൈ ഞാൻ മാർക്ക് ചെയ്തു. അടുത്ത എലിപ്സിൽ ഒരു പോയിന്റും മാർക്ക് ചെയ്തു. ഈ തന്നിട്ടുള്ളത് എലിപ്സ് ഒന്നാമത്തെ ടൈപ്പ് ആണെന്ന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. x² താഴെ ഇരിക്കുന്ന വലിയ നമ്പർ അല്ലേ? ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ്. അതായത് മേജർ ആക്സിസ് എലോങ് എന്ത് വരും? എക്സ് ആക്സിസ്. അതുകൊണ്ടാണ് ഈ ഫിഗർ ഇങ്ങനെ വരച്ചത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ടൈപ്പ് ആവുമ്പോൾ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? x² / s² + y² / b² ഈക്വൽ ടു 1. അപ്പോൾ s² ഈക്വൽ ടു എന്ത് കിട്ടും? 25. a ഈക്വൽ ടു 5. സിമിലർലി y² / b². സോ b² ഈക്വൽ ടു 16. b ഈക്വൽ ടു എന്താണ്? 4. ഇനിയാണ് കളി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? PS + PS'. അല്ലെ? P എന്ന് പറയുന്ന എലിപ്സിൽ ഒരു പോയിന്റ്,
ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്തും ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്തും തമ്മിൽ ആഡ് ചെയ്യണം. എന്ത് കിട്ടും? ഒരുപാട് രീതി ചെയ്യാം. പക്ഷെ എലിപ്സിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എന്താണ് എലിപ്സിന്റെ ഡെഫിനിഷൻ എന്ന് അറിയണം. എന്താണ് എലിപ്സിന്റെ ഡെഫിനിഷൻ? An ellipse is the set of all points in a plane such that the sum of its distances from two fixed points in the plane is a constant. രണ്ട് ഫിക്സഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ എലിപ്സിൽ എടുക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സം എന്തായിരിക്കണം? ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ്. ആ ഫിക്സഡ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2a. അതായത് ഈ പി എസ് പ്ലസ് പി എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ട്രേസ് ചെയ്ത് വരുമ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്. അതായത് പി എസ് പ്ലസ് പി എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആയിരിക്കും അല്ലെ. ഇത് ഇപ്പൊ രണ്ടും കൂടെ നീട്ടി വയ്ക്കുമ്പോൾ മാക്സിമം എന്തേ ആകാൻ പറ്റത്തുള്ളൂ? ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്തേ ആകാൻ പറ്റത്തുള്ളൂ. അതിന് പുറത്തോട്ട് പോകാൻ പാടില്ല. കാരണം ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേസ് ചെയ്യുന്നത്. സോ പി എസ് പ്ലസ് പി എസ് ഡാഷ് PS plus PS dash equal to length of major axis. Major axis ന്റെ ലെങ്ത് എന്താണ്? 2a. പരിപാടി കഴിഞ്ഞില്ലേ? a കിട്ടി 5. സോ 2 into 5 എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. വെരി സിമ്പിൾ. ആദ്യത്തെ പാർട്ട് ആയി കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് അത് നിങ്ങൾ പെട്ടെന്ന് പറയും. എന്താണ്? ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് s and s dash. ഫോക്കൈ എസും എസ് ഡാഷും എന്താണ്? ഫോക്കൈ. ഫോക്കൈ കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് സി കോമ 0. സി കോമ 0. അപ്പൊ സി അറിയണം. സി സ്ക്വയർ കാണുന്ന ഫോർമുല നിങ്ങൾക്ക് അറിയാം. സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എസ് സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 16 ഈക്വൽ ടു 9. അതായത് സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. Therefore ഫോക്കൈ equal to formula plus or minus c comma 0 equal to plus or minus c. c എന്തായിരുന്നു? 3 comma 0. Third part, length of latus rectum കാണുന്ന formula for any ellipse. Length of latus rectum equal to 2b square by a equal to 2 into b square. എന്താണ് b square? 16. 2 into 16 32 divided by a. a എന്തായിരുന്നു? 5. So which is the answer? Simple അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതിക്കോളൂ. കൺസിഡർ ദ സർക്കിൾ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x പ്ലസ് 6y മൈനസ് 12 ഈക്വൽ ടു 0. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് അനദർ സർക്കിൾ വിച്ച് ഈസ് കോൺസെൻട്രിക് വിത്ത് ദിസ് സർക്കിൾ ആൻഡ് ഡബിൾ ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. ആദ്യത്തെ പാർട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ജനറൽ ഫോം തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. ആ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0 ആണെങ്കിൽ സെന്റർ ഈക്വൽ ടു മൈനസ് g കോമ മൈനസ് f, റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. അപ്പൊ സെന്ററും റേഡിയസും കാണണമെങ്കിൽ ജി എഫ് സി ഇവയുടെ വാല്യൂസ് കാണണം. കമ്പയറിംഗ് വിത്ത് ജനറൽ ഫോം വി ഗെറ്റ് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2gx. എക്സിന്റെ കോഎഫിഷ്യന്റ് 2g. അപ്പൊ ഇവിടെ 2g എന്ന് വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് -4. സോ g ഈക്വൽ ടു -2. സിമിലർലി വൈയുടെ കോഎഫിഷ്യന്റ് ആണ് 2f. വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 6. സോ f ഈക്വൽ ടു എന്ത് കിട്ടി? 3. Now c equal to constant term അല്ലെ? ലാസ്റ്റ് c. ഇവിടെ c എന്താണ്? കോൺസ്റ്റന്റ് ടേം -12. സോ c equal to -12. വളരെ സിമ്പിൾ ആണ്. സെന്റർ നിങ്ങൾക്ക് എഴുതാം. സെന്റർ ഈക്വൽ ടു ഫോർമുല നിർബന്ധമായിട്ടും എഴുതുക. -g, -f equal to -g ഇതെന്തൊരു +2, -3 which is the center. Now radius equal to root of എന്താണ് ഫോർമുല? g square plus f square minus c equal to root of g square -2 ന്റെ സ്ക്വയർ 4 plus f square 3 square 9. അടുത്തെന്താണ്? മൈനസ് സി. ഇത് -12 ആണ്. മൈനസും ഈ മൈനസും കൂടെ +12 ഈക്വൽ ടു റൂട്ട് 25 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5. ശരിയല്ലേ? 12 4 16 9 25. റൂട്ട് 25 എന്താണ്? 5. സോ റേഡിയസ് ഈക്വൽ ടു 5. എന്ത് കിട്ടി? ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്. വെരി സിമ്പിൾ. We have to find equation of another circle which is concentric with this circle
കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ എല്ലാം എന്തായിരിക്കും, സെന്റർ സെയിം ആയിരിക്കും അല്ലെ, സെന്റർ സെയിം ആയിരിക്കും. സർക്കിൾ ഇങ്ങനെ മാറിപ്പോകും, റേഡിയസ് മാത്രം വേരി ചെയ്തു പോകും. സച്ച് സർക്കിൾസ് ആർ കോൾഡ് കോൺസെൻട്രിക് സർക്കിൾസ്. നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് കാണേണ്ട സർക്കിളിന്റെ സെന്റർ എന്ത് തന്നെയാണ്, ഈ സർക്കിളിന്റെ സെന്റർ തന്നെയാണ്. സോ അഗൈൻ സെന്റർ ഓഫ് ദ ന്യൂ സർക്കിൾ ഈക്വൽ ടു അഗൈൻ സെയിം എന്ത് തന്നെയാണ്, 2, What is the radius of the new circle? നമുക്ക് കാണേണ്ട സർക്കിളിന്റെ റേഡിയസ് ആൻഡ് ഡബിൾ ദ റേഡിയസ് ഓഫ് സി. ആദ്യത്തെ സർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ. ആദ്യത്തെ സർക്കിളിന്റെ റേഡിയസ് എന്ത് കിട്ടി, 5. അപ്പൊ പുതിയ സർക്കിളിന്റെ റേഡിയസ് എന്താണ്, 10. സോ ഇക്വേഷൻ ഓഫ് ദ ന്യൂ സർക്കിൾ, ഇക്വേഷൻ ഓഫ് ന്യൂ സർക്കിൾ ഈസ് അഗൈൻ ഫോർമുല എന്താണ്, സെന്ററും റേഡിയസും അറിയാമെങ്കിൽ ജനറൽ ഫോം എഴുതണമെന്നില്ല, പകരം നമ്മളൊരു വേറെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചിട്ടുണ്ട്. x - h the whole square plus y - k the whole square equal to r square എന്നൊരു സ്റ്റാൻഡേർഡ് ഫോം, അത് കൊടുത്താൽ മതി. സോ x - h സെന്റർ എന്ന് പറഞ്ഞാൽ x, k എന്നാണ്. അപ്പൊ h2 k എന്താണ്, -3. അപ്പൊ x - 2 the whole square plus y - k, k എന്തായിരുന്നു, -3, മൈനസും +3 the whole square equal to r square. Here radius എന്താണ്, 10 square 100. പിടികിട്ടിയായിരുന്നോ? ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. സെന്റർ h, k, റേഡിയസ് r ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ x - h the whole square plus y - k the whole square equal to r square. h, k, r വാല്യൂ കൊടുക്കുമ്പോൾ ഇക്വേഷൻ ആയി. ശരിയല്ലേ? നെക്സ്റ്റ് 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച മറ്റൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ. The parabola y square equal to ax which passes through the point 1, 2. Then find its focus. ഈ പരാബോളയുടെ ഫോക്കസ് കാണണം. അതിനുവേണ്ടി പരാബോളയുടെ ഇക്വേഷൻ കാണണം. ഇക്വേഷൻ എന്താ വന്നിരിക്കണേ, y square equal to ax. ആ എയുടെ വാല്യൂ കാണണം. അതിനുവേണ്ടിയാണ് ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഈ പരാബോള ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. അതായത് y square equal to ax ആണ് പരാബോളയുടെ ഇക്വേഷൻ. ഈ പരാബോളയിലെ ഒരു പോയിന്റ് ആണ് ഏത്, 1, 2. സിൻസ് 1, 2 ഈസ് എ പോയിന്റ് ഓൺ ദ പരാബോള, പോയിന്റ് ഓൺ ദ പരാബോള എന്ത് കിട്ടും, ഈ പോയിന്റ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 2. വൈയുടെ സ്ഥാനത്ത് 2 കൊടുത്താൽ എന്ത് കിട്ടും, 2 square 4 ഈക്വൽ ടു ax. എക്സിന് 1 ആണ്, 1 × a. സോ a ഈക്വൽ ടു എന്ത് കിട്ടി, 4. സോ ഇക്വേഷൻ ഓഫ് ദ പരാബോള എന്ത് കിട്ടും, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1. സോ 1 implies y square equal to 4x. ഇത് കണ്ടാൽ ഉടൻ ഈ പരാബോളയുടെ ഷേപ്പ് മനസ്സിലേക്ക് വരണം. y square equal to 4ax. എന്താണ് പരാബോളയുടെ ഷേപ്പ്, ഇതാണ് ഷേപ്പ്. എങ്കിൽ ഫോക്കസ് എവിടെ വരും, ഇവിടെ വരും. ഈ ലെങ്തിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ a എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഓഫ് ദിസ് പരാബോള ഈസ് 8, 0. ഈ ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടി 4. സോ 4, 0 which is the focus of this parabola. നെക്സ്റ്റ് 2019 മാർച്ചിൽ ചോദിച്ച ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആൻ എലിപ്സ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 3, 1 ഹാവിംഗ് ഫോക്കൈ ±4, 0. ഫൈൻഡ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഫൈൻഡ് എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഓക്കെ, ഈ പ്രോബ്ലം പല രീതിയിൽ ചെയ്യാം. നമ്മൾ സ്ഥിരം ചിന്തിക്കുന്ന ചിന്താധാരയിൽ കൂടെ പോയാൽ വളരെ ബുദ്ധിമുട്ടി ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ചോദ്യകർത്താവും അതാണ് ഉദ്ദേശിച്ചത്, വളരെ ഈസി ആയിട്ട് എത്തുന്ന ഒരു മെത്തേഡ്. പല ടെക്സ്റ്റുകളിലും ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ. വീണ്ടും നമ്മൾ 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ഒരു തിയറി, ആ തിയറി മനസ്സിലുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, എലിപ്സിലുള്ള ഒരു പോയിന്റ്, അതെന്താണ്, പി എന്ന് കൊടുത്തു, 3, 1. ഫോക്കൈ തന്നിട്ടുണ്ട് 4, 0. ഈ പോയിന്റ് എന്താണ്, 4, 0. ഈ പോയിന്റ് എന്താണ്, -4, 0. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് PF, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് F. പിയും എഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് PF കാണണം. ഈക്വൽ ടു റൂട്ട് ഓഫ്, നിങ്ങൾക്കറിയാം 2 പോയിന്റ്സ് എന്ന ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല, റൂട്ട് ഓഫ് x2 - x1 the whole square plus y2 - y1 the whole square. ഞാൻ ഫോർമുല എഴുതുന്നില്ല. x2 - x1 4 - 3 the whole square plus y2 - y1 0 - 1 the whole square, that is -1 ന്റെ square equal to root of എന്ത് കിട്ടും, 4 - 3 എന്ന് പറഞ്ഞാൽ 1 ന്റെ square 1 പ്ലസ് ഇതും 1 തന്നെയാണ്. ഈക്വൽ ടു എന്ത് കിട്ടി, √2 എന്ന് കിട്ടി. സിമിലർലി PF ഡാഷ് കാണുക. PF ഡാഷ് ഈ പോയിന്റും ഈ പോയിന്റും നമ്മുടെ ഡിസ്റ്റൻസ്. അഗൈൻ സെയിം ഫോർമുല, റൂട്ട് ഓഫ് x കോർഡിനേറ്റ് കുറയ്ക്കുക, -4 - 3 the whole square
-4 -3 the whole square plus y കോർഡിനേറ്റ് വയ്ക്കുക 0 -1 -1 -1 ന്റെ സ്ക്വയർ equal to root of എന്ത് കിട്ടും -4 -3 -7 -7 ന്റെ സ്ക്വയർ പ്ലസ് 49 ഇത് +1 49 + 1 പ്ലസ് √50 എന്ന് കിട്ടും. ഞാൻ ഇതിനെ ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നു. റൂട്ട് 25 × 2 എന്ന് എഴുതി കൂടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ന്റെ റൂട്ട് 5√2 എന്ന് എഴുതാം. എന്ത് എഴുതാം 5√2. അപ്പൊ എനിക്ക് എന്ത് കിട്ടി PF കിട്ടി PF ഡാഷ് കിട്ടി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാനൊരു തിയറി പറഞ്ഞു. എന്താണ് ഫോർ എനി എലിപ്സ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് PF പ്ലസ് PF ഡാഷ്. കാരണം ഇത് നമ്മൾ എന്താണ് ട്രേസ് ചെയ്യുമ്പോൾ ഇത് മാക്സിമം ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് മാക്സിമം എന്തേ വരാൻ പാടുള്ളൂ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് അതായത് മേജർ ആക്സിസിന്റെ ലെങ്തേ വരാൻ പാടുള്ളൂ. അതായത് PF പ്ലസ് PF ഡാഷ് ഈക്വൽ ടു എന്താണ് മേജർ ആക്സിസിന്റെ ലെങ്ത് ആയിരിക്കും. തിയറി പിടികിട്ടിയായിരുന്നോ? നേരത്തെ കഴിഞ്ഞ കോളത്തിൽ ഞാൻ പറഞ്ഞു ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും PF പ്ലസ് PF ഡാഷ്. ഇതാണ് നമ്മുടെ കണ്ടുപിടുത്തം. ഡെഫിനിഷൻ ഓഫ് എലിപ്സ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ PF പ്ലസ് PF ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മേജർ ആക്സിസിന്റെ ലെങ്ത്. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈക്വൽ ടു ഇത് പ്ലസ് ഇത് എന്ത് കിട്ടും ഇത് 5√2 ഇതെന്താണ് 1√2 5√2 1√2 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും 6√2. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ത് കിട്ടി 6√2. നിങ്ങൾക്കറിയാം മേജർ ആക്സിസിന്റെ ലെങ്ത് കാണുന്ന ഫോർമുല 2a ഈക്വൽ ടു ആണ് എന്ത് കിട്ടിയത് 6√2. സോ a ഈക്വൽ ടു എന്ത് കിട്ടും 3√2. ഇപ്പൊ a കിട്ടി. അടുത്തെന്താണ് ഫോക്കൈ എന്ന് പറഞ്ഞാൽ +or-c,0 അതായത് അതിൽ നിന്ന് c കിട്ടും. c യുടെ വാല്യൂ എന്ത് കിട്ടും 4. എയും സിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാണാം d കാണാം. യൂസിംഗ് ദ റിലേഷൻ c² ഈക്വൽ ടു s² - b² equal to എന്ത് -b² ഇപ്പോ പ്ലസ് b² equal to s² - c² equal to s² - c². a² ഇവന്റെ സ്ക്വയർ 9 × 2 18 മൈനസ് c² 4 ന്റെ സ്ക്വയർ 16 that is equal to എന്താണ് 2. സോ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഈസ് ആ രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്താണ് x² - s². ഇത് ഫസ്റ്റ് ടൈപ്പ് ആണ്. x കോർഡിനേറ്റിലാണ് ഫോക്കയുടെ ലെങ്ത് വരുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് x² - s² പ്ലസ് y² / b² ഈക്വൽ ടു 1. ഒറ്റ സ്റ്റെപ്പിൽ എഴുതട്ടോ x² - s². s² എന്താണ് 9 × 2 18 പ്ലസ് y² / b². b എന്താ കിട്ടി b² ആണ് എന്ത് കിട്ടിയത് 2. സോ b² 2 ഈക്വൽ ടു 1 which is the equation of the third part. We have to find eccentricity and length of lateral rectum. നമുക്കറിയാം എക്സെൻട്രിസിറ്റി കാണുന്ന ഫോർമുല എലിപ്സിന്റേത് എന്താണ് c/a. eccentricity of ellipse is always less than 1. One word question പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടാവണം. equal to c/a. c എന്തായിരുന്നു 4 divided by a എന്തായിരുന്നു 3√2. സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട അവിടെ എഴുതി നിർത്തുക. നെക്സ്റ്റ് എന്താണ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്ടം കാണുന്ന ഫോർമുല 2b² a is equal to 2 × b². b² equal to 2 by a എന്താണ് കിട്ടിയത് 3√2 that is equal to 4/3√2 which is the answer. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ വ്യത്യസ്തമായി ചിന്തിക്കൂ, വ്യത്യസ്തമായി ആൻസറിലേക്ക് എത്തും. 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫോക്കൈ ഓഫ് ദ എലിപ്സ് ഇൻ ദ ഫിഗർ ആർ +or-√12, 0 and vertices are +or-4, 0. Find equation of the ellipse. Second part, write equation of the circle with the center 0, k and radius r. Okay, ഫിഗറിൽ ഒരു സർക്കിളും തന്നിട്ടുണ്ട്, ഒരു എലിപ്സും തന്നിട്ടുണ്ട്. ഫിഗർ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരപ്പാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിന്റെ സെന്റർ 0, k, റേഡിയസ് എന്താണ് സ്മോൾ ലെറ്റർ r എങ്കിൽ ഇക്വേഷൻ കാണുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ പാർട്ട് എന്താണ് ഈ എലിപ്സ്. ഇവിടെ ഒരു എലിപ്സ് ഉണ്ട്. ഈ എലിപ്സിന്റെ ഫോക്കൈ തന്നിട്ടുണ്ട്, വെർട്ടിസസും തന്നിട്ടുണ്ട്. ഇക്വേഷൻ കാണണം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഫോക്കൈ കാണുന്ന ഫോർമുല +or-c,0. കമ്പയർ ചെയ്യുമ്പോൾ c എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും √12 എന്ന് കിട്ടും. വെർട്ടിസസ് കാണുന്ന ഫോർമുല +or-a,0. a ഈക്വൽ ടു എന്ത് കിട്ടും 4. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് അല്ലെ. എലിപ്സിന്റെ ഫോക്കൈ കാണുന്ന ഫോർമുല +or-c,0. അപ്പൊ c √12. വെർട്ടിസസ് കാണുന്ന ഫോർമുല +or-a,0. അപ്പൊ a ഈക്വൽ ടു 4. ഇതറിയാമെങ്കിൽ ബി കൂടെ കണ്ടാൽ എലിപ്സിന്റെ ഇക്വേഷനിലേക്ക് എത്താൻ സാധിക്കും. നമുക്കറിയാം c² ഈക്വൽ ടു s² - b². ഇത് ഇപ്പുറത്ത് വരുമ്പോൾ +b² ഈക്വൽ ടു
a square minus c square equal to a square 16 minus c square root 12 into square 12 equal to എന്ത് കിട്ടി 4. Equation of the ellipse is ഇത് ഏത് ടൈപ്പ് എലിപ്സ് ആണ്? ആദ്യത്തെ ടൈപ്പ് ആണ് അല്ലെ. എക്സ് ആക്സിസിലാണ് ഡിസ്റ്റൻസുകൾ ഇരിക്കുന്നത്, എക്സ് കോർഡിനേറ്റഡ് ലെങ്ത് വരുന്നു. സോ ഫസ്റ്റ് ടൈപ്പ് എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ equal to 1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയില്ലേ. എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ, എ എന്താണ് കിട്ടിയത് 4, അപ്പൊ 4 സ്ക്വയർ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, ബി എന്നാ ബി സ്ക്വയർ ഈക്വൽ ടു 4, അപ്പൊ ജസ്റ്റ് 4 ഈക്വൽ ടു 1. എന്തായി? ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ ആയില്ലേ. ഇത്രയും. സെക്കൻഡ് പാർട്ട് we have to find equation of the circle with the center 0, k and radius r. നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെന്റർ h, k റേഡിയസ് r ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് x minus h the whole square plus y minus k the whole square equal to r square. ഇവിടെ h എന്ന് പറഞ്ഞാൽ എന്താണ്? 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ h 0, അപ്പോൾ എന്ത് കിട്ടും? x minus 0 the whole square, that is simply x square plus k എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇവിടെ k തന്നെയാണ്. സോ y minus k the whole square equal to r square. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യന് ഒരു തേർഡ് പാർട്ട് കൂടെ ഉണ്ടായിരുന്നു. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്, എങ്കിലും ഒന്ന് പറയാം. ഇഫ് a, b, c are points on this circle, then find its equation. ഈ സർക്കിളിന്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് രണ്ട് അൺനോൺസ് ഉണ്ട്. ആരൊക്കെയാണ്? കെയും ആറും. ആ വാല്യൂ കണ്ടെത്തി ആൻസറിലേക്ക് എത്താനാണ് ഈ മൂന്നാമത്തെ പാർട്ട് പറയുന്നത്. എന്താണ് പറയുന്നത്? എയും ബിയും സിയും ഈ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അപ്പൊ ഞാനൊരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കി നോക്ക്. ഇത് സെന്റർ എന്നറിയാം 0, k. അപ്പൊ ഇത് മുതൽ ഈ പോയിന്റ് ഡിസ്റ്റൻസ് റേഡിയസ് അത് ഞാൻ r എന്ന് കൊടുത്തു. അടുത്ത് ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞോ. ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് എത്രയാണ്? k എന്നറിയാം. അപ്പോൾ ഇത്രയും ദൂരം എത്രയാണ്? k എന്ന് നമുക്കറിയാം. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്കറിയാം k സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. അതനുസരിച്ച് r സ്ക്വയർ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു k സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? 4 സ്ക്വയർ എന്ന് എഴുതാം. That is r square equal to ഈ k യുടെ വാല്യൂ എന്താണ്? അത് ഇൻ ടേംസ് ഓഫ് r എഴുതണേ. നമുക്കറിയാം ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. ഇതാണ് സെന്റർ അല്ലേ. അപ്പൊ ഇതെന്താണ്? റേഡിയസ് r എന്നറിയാം. ഇത് മുതൽ ഇതുവരെയുള്ള ഈ ലെങ്ത് എത്രയാണ്? അത് 2 ആണ്. എന്തുകൊണ്ടാണ്? b എന്ന് പറഞ്ഞാൽ എന്താണ്? b സ്ക്വയർ 4, b എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള എലിപ്സിന്റെ അല്ലേ, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് 2, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് 2 ആണ്. അപ്പൊ മൊത്തം r ഇത്രയും 2. അപ്പൊ k എന്ന് പറഞ്ഞാൽ എന്ത് വരും? r മൈനസ് 2. പിടികിട്ടിയായിരുന്നു? ഇത് മുതൽ ഇതുവരെ റേഡിയസ് r, ഇത്രയും ദൂരം 2. അപ്പൊ k എന്ന് പറഞ്ഞാൽ r മൈനസ് 2. അപ്പൊ k യുടെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? r മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? 16. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് r ന്റെ വാല്യൂ കണ്ടെത്താം. r square equal to a minus b the whole square, r square minus 4r plus 4 plus 16. r square cancel ചെയ്തു പോയി. ഇപ്പുറത്ത് വരുമ്പോൾ 4r equal to 20, r equal to എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. റേഡിയസ് 5. ഇനി എനിക്ക് എന്ത് കാണണം? k യുടെ വാല്യൂ കാണണം. ഇവിടെ കൊടുത്താൽ പോരെ. സോ വേണമെങ്കിൽ അത് ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ കൊടുത്തോളൂ. സോ 1 implies ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ r ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ k യുടെ വാല്യൂ കിട്ടും. സോ k സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? r സ്ക്വയർ ദാറ്റ് ഈസ് 25 മൈനസ് പ്ലസ് 16. ഇപ്പുറത്ത് വരുമ്പോൾ ഈ പ്ലസ് 16 മൈനസ് 16 ദാറ്റ് ഈസ് k സ്ക്വയർ ഈക്വൽ ടു 9, k ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി? r കിട്ടി, k കിട്ടി. ഈ രണ്ട് വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ സർക്കിളിന്റെ ഇക്വേഷനിൽ. അപ്പൊ എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്തായി മാറും? x സ്ക്വയർ പ്ലസ് y minus k, y minus 3 the whole square equal to r square. r എന്താണ്? 5 സ്ക്വയർ എന്ത് കിട്ടും? 25. അതായത് മൂന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? if a, b, c are points on the circle, then find equation of the circle. Equation of the circle എന്താണ്? x square plus y minus 3 the whole square equal to 25. ഇത് ആ വർഷം അറ്റംപ്റ്റ് ചെയ്ത എല്ലാവർക്കും മാർക്ക് കൊടുത്തൊരു പാർട്ടായിരുന്നു. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. താല്പര്യമുള്ളവർക്ക് നോക്കാം. 2020 മാർച്ച്, 2019 ഇംപ്രൂവ്മെന്റ് മാർച്ച്, 2018 ഇംപ്രൂവ്മെന്റ്, അങ്ങനെ 4 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ചാപ്റ്ററിൽ ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് 3 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് ഭംഗിയായി പഠിച്ച് ഈ എപ്പിസോഡൂടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്നുള്ള 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൽ യാതൊരു തർക്കവുമില്ല. അത് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.